ലീനിയർ ഇക്വേഷൻസ് ആൻഡ് ഇൻഇക്വാലിറ്റീസ് നോക്കാം. ലീനിയർ ഇക്വേഷൻസ് ഉപയോഗിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ 2x പ്ലസ് y ഈക്വൽ ടു z എന്ന് പറഞ്ഞാൽ അത് ലീനിയർ ഇക്വേഷൻ. പക്ഷേ 2x പ്ലസ് y ലെസ് ദാൻ z എന്ന് പറഞ്ഞാൽ അത് ലീനിയർ ഇൻഇക്വാലിറ്റീസ്. സോ നമ്മൾ ഇപ്പോൾ ഈ സെക്ഷനിൽ നോക്കാൻ പോകുന്നത് ലീനിയർ ഇൻഇക്വാലിറ്റീസിന് വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഇതിൽ തന്നിരിക്കുന്നത് 2x പ്ലസ് 1 ഈക്വൽ ടു 5 ഇതാണ്. ഇതിൽ നമ്മുടെ അടുത്ത് പറഞ്ഞത് വാട്ട് ഈസ് എക്സ് എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിൽ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് 2x ഈക്വൽ ടു 5 മൈനസ് 1 പ്ലസ് 1 പുറത്ത് സൈഡിൽ കൊണ്ടുപോയി -1. 2x ഈക്വൽ ടു 4, x ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 2. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി. ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് 2x minus 4 equal to 5 minus x. Okay, what is x? Is 2x ഇവിടെ നിർത്തി minus x നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു plus x equal to 5 plus 4 because -4 നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, so it became plus 4. 2x plus x is 3x equal to 9. X equal to 9 divided by 3 equal to 3. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. So the answer is 3. Now let's go to another question. 2 into x plus 1 equal to 5. We are asked to find what is x. So we can say 2x plus 2 equal to 5, right? 2 into x. So first we do 2 into x, then we do 2 into 1. So 2x plus 2 equal to 5. So it gives 2x equal to 5 minus 2, which is equal to 3. And so 2x equal to 3 and x equal to 3 by 2, which is equal to 1.5. Well, usually ഇതിൽ നിർത്താം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് വീണ്ടും ചെറുതാക്കാം. Next, we are asked to do fractions and negative numbers. So the question we have given is 1/2x plus 3 equal to 5. We are asked to find what is x. So what is x? Let's put x plus common denominator 2 കൊടുക്കാം. Common denominator 2 കൊടുക്കുമ്പോൾ ഇവിടെ ഇതാണ് common denominator. ഇവിടെ -2 വരണമെന്നുണ്ടെങ്കിൽ ഇതിനെ multiply by 2 ചെയ്യണം. Multiply 2 by 2 ചെയ്യുമ്പോഴാണ് നമുക്ക് കോമൺ ഡിനോമിനേറ്റർ 2 കൊടുക്കാൻ പറ്റും, ഈക്വൽ ടു 5. എക്സ് പ്ലസ് 6 ഈക്വൽ ടു ഇതങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 5 into 2, which is equal to x plus 6 equal to 10. x equal to 10 minus 6 equal to 4. ഇതെല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണെന്ന് വിചാരിക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം. Now let's go to another question. 1/2x plus 1/3 equal to 1/5. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് മൊത്തം നമ്മൾ ചെയ്യുന്നത് ഖാൻ അക്കാദമിയുടെ കോഴ്സിൽ നിന്നാണ്. ഖാൻ അക്കാദമി നമുക്ക് തരുന്ന കോഴ്സിൽ നിന്നാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് മൊത്തം ചെയ്യുന്നത്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസും ആൻസറും ഒക്കെ ഖാൻ അക്കാദമിയിൽ തന്നെ ഉണ്ട്, നമ്മളത് ഒന്നുകൂടി സോൾവ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. 3 ഓക്കെ ഈക്വൽ ടു 1/5. ഓക്കെ, സോറി ക്വസ്റ്റ്യൻ ഓക്കെ ഞാനിവിടെ ചെയ്തതിൽ ചെറിയൊരു പ്രശ്നം കിട്ടി. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ ഇവിടെ നേരത്തെ പോലെ തന്നെ ഇത് ചെയ്തു, 3x ആക്കി. 3x പ്ലസ് 2 ഈക്വൽ ടു 1/5. നമ്മളിവിടെ നേരത്തെ 2x എന്ന് എഴുതി, കാരണം ഇവിടെ x ഉണ്ടെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. ഇവിടെ x ഉണ്ടാകുന്നില്ല, അത് ഞാൻ അങ്ങനെ എഴുതിയത് തെറ്റിയതാണ്. സോ ഇറ്റ് വിൽ ബി 3x പ്ലസ് 2 ഈക്വൽ ടു 1/5 into 6. 6 per side, which gives 3x plus 2 equal to 6/5. അത് നമുക്ക് വീണ്ടും 3x equal to 6/5 minus 2 എഴുതാം. ഇത് നമുക്ക് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 6 minus 5, 10 divided by 5, which gives minus 4/5. 3x ആണ് 4/5. ഓക്കെ, ഇവിടെ നമുക്ക് 3x നൽകും. 3x equal to ഇത്. അപ്പോൾ x equal to minus 4/5 into 1/3, giving minus 4/15. ഈ 1/3 എങ്ങനെ വന്നതെന്ന് വെച്ചാൽ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, അതിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഡിവിഷൻ ആവും. അപ്പോൾ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈഡ് ബൈ 3 എന്ന് എഴുതാം, പക്ഷേ ഇത്തിരി കൂടി എളുപ്പത്തിന്
ഞാനതിനെ ഇൻറ്റു 1/3 എന്ന് എഴുതി. ഇത്രേ ഉള്ളൂ. ഇവിടുത്തെ 3 ഡിവൈഡഡ് ബൈ അല്ലെ മൾട്ടിപ്ലൈഡ് ബൈ 3 എന്നുള്ളത് ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകുമ്പോൾ ഡിവിഷൻ ആവണം. അപ്പം ഡിവിഷൻ ആവാൻ ഏറ്റവും എളുപ്പം മൾട്ടിപ്ലൈ ബൈ 1/3 ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 1/3 എന്ന് എഴുതിയത്. സോ ഗിവിംഗ് us the answer -4/15. -2x minus 5 equal to 1. What is the value of x? Gives -2x plus minus 1 minus 1 plus 2 into 5, 10 equal to 1, giving us -2x equal to 1 minus 10 minus 2x equal to -9. അപ്പോൾ മൈനസ് മൈനസും ക്യാൻസൽ ചെയ്യാം. x equal to 9/2. നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന ഫൈൻഡ് ദ വാല്യൂ ഓഫ് y. ന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 2x plus 5y equal to 1 and x equal to 3. What is the value of y? നമുക്കൊന്ന് ചെയ്യാല്ലേ, 3ന്റെ വാല്യൂ ഡയറക്റ്റ്ലി ഇട്ട് കൊടുക്കുക. 2 into 3 plus 5 into y equal to 1. 2 into 3 6 plus 5 into y equal to 1. 5y is equal to 1 minus 6, giving us -5. അതെന്താ 5y ആണ്. y is equal to -5/5 is equal to -1. Now we asked 2x plus 1 equal to 5. ഇത് 5 ആണ്. 5. Find what is the value of 8x plus 4. 8x plus 4 എന്താണെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x എങ്ങനെ 8x ആക്കാം? ഇൻറ്റു 4 ചെയ്താൽ മതി. 2x ഇത് ഇൻറ്റു 4 ചെയ്ത് കഴിഞ്ഞാൽ 4 into 5 ഇവിടെയും ചെയ്ത് കഴിഞ്ഞാൽ ഇത് 20, ഇത് 8x plus 4 ആണ്. ഉത്തരം 20 എന്ന് കിട്ടി. സിമ്പിളായിട്ട് കിട്ടി. നമ്മളിതിപ്പോൾ സോൾവ് ചെയ്യാനൊന്നും നിൽക്കണ്ട. കുറച്ചും കൂടി എളുപ്പത്തിലുള്ള ഉത്തരങ്ങൾ കിട്ടുന്നതാണ് എപ്പോഴും നല്ലത്. സോ ഈ ഇക്വേഷൻ ഇതിലേക്ക് എങ്ങനെ ആക്കാമെന്ന് നോക്കിയാൽ മതി. 2x plus 1 ഇതിൽ കോമൺ ആയിട്ട് 2x ഈസിലി 2xനെ 8x ആക്കുക എങ്ങനെയാണെന്ന് മാത്രം നോക്കിയാൽ മതി. 4 ഈസിലി ഒരു കോമൺ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 4 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2x plus 1 gives 20. ഉത്തരം എന്താണെന്ന് നോക്കട്ടെ കേട്ടോ. 20 ആണ്. ലീനിയർ ഇൻഇക്വാലിറ്റീസ് എങ്ങനെയാണ് സോൾവ് ചെയ്യാന്നാണ് ഞാൻ നോക്കുന്നത്. Okay, let's go. 2x plus 1 is greater than 5. What values of x satisfies the inequality of x? Xന്റെ inequality satisfy ചെയ്യുന്നത് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. So 2xനെ നമുക്ക് ഇവിടെ നിർത്താം. Greater than 5 minus 1 plus 1 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോയി -1, which gives 2x greater than 4. എക്സിനെ ഇവിടെ നിർത്തിയിട്ട് x greater than 4 divided by 2 ചെയ്ത് കഴിഞ്ഞാൽ x is greater than 2. ഒരു നമ്പർ ഇതിൽ 0 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 1 2 -1 -2. x is greater than x is greater than 2. അപ്പോൾ any value from 2 and above, any value above 2, അതായത് 2 ഇതാണ് പോയിന്റ് എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങട്ടുള്ള 3 4 ഒക്കെ എക്സിനെ സാറ്റിസ്ഫൈ ചെയ്യും ഇവിടെ എന്നാണ് പറയുന്നത്. നമുക്ക് ലെറ്റ്സ് സീ നമുക്ക് 2 ഇട്ട് കൊടുക്കാം. 2 ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനി വാല്യൂ ഗ്രേറ്റർ ദാൻ 2, എനി വാല്യൂ ഗ്രേറ്റർ ദാൻ 2. അപ്പോൾ 2.1 കൊടുക്കാം. 2 into 2.1 plus 1 എത്ര കിട്ടും? 4.2 plus 1 which is equal to 5.2, which literally satisfies our equation. സോ ഇതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി വാല്യൂ ഒരു നമ്പർ സിസ്റ്റത്തിൽ 1 ഇവിടെ 2 ഇവിടെ 3 4, any value more will bigger than 2, any value bigger than 2 will satisfy the equation 2x plus 1 greater than 5. അപ്പോൾ x ന്റെ value should be greater than 2. Let us look at some examples where linear equation with no solutions. അതിനൊരു എക്സാമ്പിൾ ഒരു തന്നിരിക്കുന്നത് 2x minus 1 equal to ax minus 2, where a equal to 2. So നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 2x minus 1 equal to 2x minus 2. 2x ഉം 2x ഉം ക്യാൻസൽ ചെയ്താൽ -1 equal to -2 എന്ന് വരും, which is cannot be equal. -1 cannot be equal to -2 no matter what's the value of x.
is. So no value of x satisfies this equation. ഇതാണ് an equation without a solution എന്ന് പറയുന്നത്. Okay. Now we have a question. Which of the following numbers is not a solution to the inequality? നമുക്ക് അങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. 7x minus 3 less than or equal to 3x plus 11. So നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് A 1, B 2, C 3 and D 4. ഇതിൽ ഏത് വാല്യൂ ഇട്ട് കൊടുത്താലാണ് inequality a solution to the inequality, not a solution to the inequality, not a solution എന്നാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് ഇതിൽ ഏറ്റവും എളുപ്പം നമുക്ക് 1 ഇട്ട് കൊടുക്കാം. നമുക്ക് ഏറ്റവും എളുപ്പം ഇതിൽ വാല്യൂസ് ഇട്ട് കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു. സോ 7x എക്സിന് പകരം 1 ഇട്ട് കൊടുത്താൽ 7 minus 3 less than or equal to 3 plus 11, which gives 4 is less than or equal to 14. സോ അത് കുഴപ്പമില്ല. അപ്പോൾ 1 അല്ല, 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 into 7 14 minus 3 less than or equal to 3 into 2 is 6 plus 11. 4 minus 3 is 11 less than or equal to 16. അപ്പോൾ അതും കുഴപ്പമില്ല. പിന്നെയുള്ളത് 3 ഇട്ട് 7 into 3 is equal to 21 minus 3 less than or equal to 9 plus 11, giving us 18 is less than or equal to 19. എനിക്ക് തോന്നുന്നു 4 ആയിരിക്കും. 4 മാത്രം ഓപ്ഷൻ ഉള്ളൂ. So let's give 7 into 7x എന്ന് പറയുമ്പോൾ 7x minus 3 less than or equal to 3x plus 11. ഇതിൽ xന് വാല്യൂ 4 ഇട്ട് കൊടുത്താൽ 7 into 4 is 4 minus 3 less than or equal to 3 into 4 plus 11. So let's go 7 into 4. 7 into 4 28 minus 3 less than or equal to 3 into 4 is 12 plus 11, which is 25, which is less than or equal to 23, which is wrong, right? So our value should be 4. Let me check it. Yes. ഇവരങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. So that's the answer. 3ax minus 11 equal to 4 into x plus 2 plus 2 into x minus 1. In the equation above, a is constant. No value of x satisfies the equation. What is the value of a? എയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. വാട്ട് ഈസ് എ? ബിക്കോസ് എയുടെ ഒരു വാല്യൂ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇക്വേഷൻ എക്സിസ്റ്റ് ചെയ്യില്ല എന്നാണ് അവർ പറയുന്നത്. ദിസ് ഇക്വേഷൻ വുഡൻറ്റ് എക്സിസ്റ്റ് for one constant value of a. So what would be that constant value of a which will make this equation not satisfy, no value of x satisfy the equation? അപ്പോൾ അതിന് ഉത്തരങ്ങൾ തന്നിരിക്കുന്നത് നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് A 1, B 2, C 3 and D 6. ഈസിയസ്റ്റ് ആയിട്ട് ഇവരിപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് അറിയില്ല. നമുക്ക് നോക്കാം. 1 ഇട്ട് നോക്കാം. 1 ഇട്ട് നോക്കുകയാണെങ്കിൽ 3x എക്ക് A 1 ആയതുകൊണ്ട് 3x minus 11 equal to 4x plus 2 plus 2x minus 2. നമുക്കിത് സോൾവ് ചെയ്ത് വെക്കാം ആദ്യം തന്നെ. 4x plus 2x is equal to 6x. 6x plus minus 2 minus 2 പോയി. അപ്പോൾ 3x minus 11 is equal to 6x. നമ്മളിത് ഓൾറെഡി ഫസ്റ്റ് സോൾവ് ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്ക് ഈ ഭാഗം രണ്ടാമത് ചെയ്യണ്ട. 6x 3x minus 11. ഓക്കെ, നമുക്ക് 3xന് ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ minus 11 equal to 6x minus 3x, which will give us 3x equal to minus 11 or x equal to minus 11 divided by 3 with x is team. Okay, now if it is 2, നമ്മൾ എയുടെ വാല്യൂ 2 ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 6x minus 11 equal to 6x, right? ഈ 6xന് പുറത്ത് കൊണ്ടു കഴിഞ്ഞാൽ minus 11 equal to 0 എന്ന് വരും, right? Which can't exist. So എയുടെ വാല്യൂ എന്തായിരിക്കണം? 2 ആയിരിക്കണം. ഞാൻ 2 എന്നൊന്ന് കൊടുത്തു നോക്കട്ടെ. ഉത്തരം എന്താ? യെസ്, ആൻസർ ഇസ് കറക്റ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അത്ര തന്നെ ഉള്ളൂ. അത്രയാണ് നമുക്ക് ഈ സോൾവിങ് ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുന്ന സെക്ഷനിൽ മോസ്റ്റ്ലി ആദ്യത്തെ ഒരു യൂണിറ്റ് പോലെ കഴിഞ്ഞത് ഖാൻ അക്കാദമിയുടെ. ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നോക്കാം. താങ്ക് യു.